പരിശുദ്ധ ബറാഅത്തിന്റെ രാവ്. അൽഹംദുലില്ലാഹ്, ആ ഒരു ദിവസം തന്നെ പൂർണ്ണമായി ഒളോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. രാത്രിയും പകലും ആയിക്കോട്ടെ, കുറച്ച് നമ്മൾ എത്രയാണ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. നിങ്ങൾ അത്രയും അള്ളാഹുവിന് വേണ്ടി ആ ദിവസം ഉറക്കം വീണോ എന്നൊന്നും ചോദിക്കരുത്. നമുക്ക് അള്ളാഹ് എന്തൊക്കെ നിഅമത്ത് തന്നു, നമ്മളൊന്ന് കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് ദിക്ർ ചൊല്ലി ഒന്ന് ഉറക്കം ഒഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു ശ്രമം ഈ വർഷം നമുക്ക് നടത്തിക്കൂടെ? ഒരു ശ്രമം. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ബറാഅത്തും മിനന്നാർ, ബറാഅത്തും മിനദ്ദുനൂബ്, നരകത്തിൽ നിന്നുള്ള മോചനവും പാപങ്ങളിൽ നിന്നുള്ള മോചനവുമാണ്. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. ഇസ്തിഗ്ഫാർ ഒരു 111 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒക്കെ ചൊല്ലിയാൽ വലിയ കൂലിയാണ്. പ്രത്യേകിച്ച് ബറാഅത്തിന്റെ ദിവസം അന്ന് പകലും. ഇപ്പൊ നമ്മൾ അസർ കഴിയുമ്പോഴാണ് ആ രാവ് തുടങ്ങാം. ബറാഅത്തിന്റെ ദിനത്തിൽ അസർ കഴിഞ്ഞ് രാവ് തുടങ്ങും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മക്കളൊക്കെ വിളിച്ച് ഒളുവെടുത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യ മക്കൾ കുടുംബം നിസ്കരിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിന്റെ മലക്കുകൾ നോക്കൂലേ? പടച്ചോനെ, ഒരു കുടുംബം ഹൃദയം തുറന്ന് നിന്നോട് കൈനീട്ടുകയാണല്ലോ. അല്ലാഹുവേ, അവരെ പാപങ്ങൾ പൊറുക്കണം. ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമല്ല, മക്കളുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാകാൻ, ബറക്കത്തുണ്ടാവാൻ, വിശാലതയുണ്ടാവാൻ ഒക്കെ ഇസ്തിഗ്ഫാർ നല്ലതാണ്.